Trafest Festival with Shinya Zabu, powered by I am a Nikon. ചരിത്രം നിറഞ്ഞു നിൽക്കുന്ന ഫെസ് നഗരത്തിനോട് യാത്ര പറഞ്ഞ് ട്രാഫസ്റ്റ് ഇനി 200ഓളം കിലോമീറ്റർ അകലെയുള്ള ഷെഫ്ഷോൺ നഗരത്തിലേക്ക്. മെഡിറ്ററേനിയൻ തീരത്താണ് ഈ നഗരം. ഇവിടേക്കുള്ള യാത്ര മൊറോക്കൻ ഗ്രാമപ്രദേശങ്ങളിലൂടെയായിരുന്നു. കുന്നുകളും സമതലങ്ങളും നിറഞ്ഞ ഗ്രാമങ്ങൾ. ആട്ടിടയന്മാരും കർഷകരുമാണ് ഇവിടെ താമസിക്കുന്നത്. മലകൾക്കിടയിൽ ചെറിയ തടാകങ്ങളും ഉണ്ട്. ആയിരക്കണക്കിന് ചെമ്മരിയാടുകളെയും കന്നുകാലികളെയും ഈ വഴിയിൽ കാണാം. ഇവയെ മേയ്ക്കുന്നവരും ഈ പുൽത്തകിടിയിൽ കളിക്കുന്ന കുട്ടികളുമെല്ലാം ഷെഫ്ഷോൺ നഗരത്തിലേക്കുള്ള യാത്രയെ സജീവമാക്കുന്നു. സന്ധ്യമാറി ഇരുൾ പരക്കുന്ന കാഴ്ച ഞങ്ങൾ വഴിയരികിൽ നിന്നാണ് ഒപ്പിയെടുത്തത്. രാത്രിയോടെ ഞങ്ങൾ നീലനഗരമായ ഷെഫ്ഷൂണിലെത്തി. നീലയും വെള്ളയും കലർന്ന കെട്ടിടങ്ങളുടെ കാഴ്ച നീലമുക്കി ഉണങ്ങാനിട്ടിരിക്കുന്ന വെള്ള വസ്ത്രങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വാതിലുകൾക്ക് നീല നിറം, നടപ്പാതകളും ചവിട്ടുപടികളും നീല. ഒരർത്ഥത്തിൽ നോട്ടമെത്തുന്ന എല്ലായിടവും നീല. നീലയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട നിറമെങ്കിൽ സംശയിക്കേണ്ട, നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും ഷെഫ്ഷോണിനെ. റീഫ് മലനിരകളുടെ ഹൃദയഭാഗത്തായാണ് ഷെഫ്ഷോൺ നഗരം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 40,000 പേർ താമസിക്കുന്ന ഒരു ചെറിയ നഗരം. മലനിരകളുടെ പശ്ചാത്തലത്തിൽ നീലം ചേർത്ത് വെള്ളപൂശിയ കെട്ടിടങ്ങൾ ക്യാമറ കണ്ണുകൾക്ക് വലിയൊരു വിരുന്നാണ്.
1930കളിൽ ഇവിടെ താമസിച്ചിരുന്ന ജൂത അഭയാർത്ഥികളാണ് ഈ നഗരത്തിന് ഈ നിറം കൊടുത്തത്. ഹിറ്റ്ലറെ ഭയന്ന് യൂറോപ്പിൽ നിന്നും ആയിരക്കണക്കിന് ജൂതരാണ് മൊറോക്കോയിലെത്തിയത്. ചുറ്റുമുള്ള മലനിരകൾ ഈ പ്രദേശത്തിന് കൂടുതൽ ഭംഗി നൽകുന്നു. ഈ മനോഹാരിതയും ശാന്തമായ അന്തരീക്ഷവുമാണ് ഷെഫ്ഷൂണിനെ സഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമാക്കി മാറ്റുന്നത്. 1471 ഈ നഗരം സ്ഥാപിക്കുന്നത്. ഫെസ്സിൻ്റെയും ടെറ്റ്വാൻ്റെയും യാത്രാമധ്യേയുള്ള ഇടത്താവളമായിരുന്നു ഷെഫ്ഷോൺ. പതിനഞ്ചിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ സ്പെയിനിൽ നിന്നും പുറത്താക്കപ്പെട്ട ജൂത കുടിയേറ്റത്തോടെയാണ് നഗരം വളരുന്നത്. 1920 സ്പെയിൻ ഷെഫ്ഷോൺ കീഴടക്കുകയും മൊറോക്കോയ്ക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന 1956 വരെ ഇവിടം സ്പാനിഷ് മൊറോക്കോയായി ഭരിക്കുകയും ചെയ്തു. മൊറോക്കോയിലെ മറ്റ് നഗരങ്ങളെപ്പോലെ ഇവിടെയും ഇടുങ്ങിയ തെരുവുകളാണ്. തെരുവോരത്തെ ചെറുകിട കച്ചവടക്കാരാണ് നഗരത്തിൻ്റെ സാമ്പത്തിക അടിത്തറ പിടിച്ചു നിർത്തുന്നത്. കമ്പിളി വസ്ത്രങ്ങൾക്കും പുതപ്പുകൾക്കും ഷെഫ്ഷോൺ ഏറെ പ്രശസ്തമാണ്. മനോഹരമായ തൊപ്പികളും ഇവിടെ കാണാൻ കിട്ടും. Capture full HD video resolution at 60 frames per second. With a tilting flexible monitor and integrated Wi-Fi to create and share instantly. Unleash your inspiration with the 24.3 megapixel FX format DSLR. I am a D750. I am full freedom. I am a Nikon. ജൂതമത വിശ്വാസപ്രകാരം നീല ആകാശത്തിൻ്റെയും സ്വർഗത്തിൻ്റെയും നിറമാണ്. ആയിരക്കണക്കിന് ജൂത കുടുംബങ്ങൾ ഇവിടെ താമസിച്ചിരുന്നു എങ്കിലും 1948 പലരും ഇസ്രായേലിലേക്ക് താമസം മാറി. എന്നാൽ അന്ന് അവർ നൽകിയ നീലനിറം ഇന്നും നഗരത്തിൽ തുടരുന്നു. ഇനി ഷെഫ്ഷോനിൽ നിന്നും 30 കിലോമീറ്റർ അകലെയുള്ള അഖൂറയിലേക്ക്. മലനിരകളും പച്ചപ്പും
ചെറിയ ജലാശയങ്ങളും നിറഞ്ഞ വഴിയിലൂടെ ഒരു യാത്ര. അക്കൂറയിലെ ചെറിയ അരുവികളും മനോഹരമായ വെള്ളച്ചാട്ടങ്ങളുമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ആദ്യം ചെന്നെത്തിച്ചേരുന്നത് ഒരു ചെറിയ ചെക്ക് ഡാമിനടുത്താണ്. പിന്നീട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ. മനോഹരമായ ഭൂപ്രകൃതി ചിലപ്പോഴൊക്കെ നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കും. ചെറിയ ചായക്കടകളും ഭക്ഷണശാലകളും ഇവിടെ കാണാം. നല്ല തണുപ്പുള്ള വെള്ളത്തിൽ ചാടി കുളിക്കാൻ ആർക്കും തോന്നാം. അത്രയ്ക്കും തെളിഞ്ഞ വെള്ളമാണിവിടെ. സഹാറ. ഈ വാക്ക് കേൾക്കാത്തവരായി ആരുമുണ്ടാവില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമി. ഇവിടേക്കാണ് ട്രാഫസ്റ്റിൻ്റെ ഇന്നത്തെ യാത്ര. അതിനായി ഷെഫ്ഷോൺ നഗരത്തോട് വിട പറഞ്ഞ് ഞങ്ങൾ മെർസൂഗ ലക്ഷ്യമാക്കി നീങ്ങുന്നു. Capture full HD video resolution at 60 frames per second. With a tilting flexible monitor and integrated Wi-Fi to create and share instantly. Unleash your inspiration with the 24.3 megapixel FX format DSLR. I am a D750. I am full freedom. I am a Nikon. ഷെഫ്ഷാനിൽ നിന്നും ഫെസ് വഴി ഇഫ്രാൻ എന്ന സുന്ദര പ്രദേശവും കടന്ന് ഏറെ മുന്നോട്ടു പോകണം മെർസൂഗയിലെത്താൻ. 10 മണിക്കൂറോളം ദൈർഘ്യമുള്ള യാത്ര.
ഏകദേശം 700ഓളം കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്നു. യാത്രയിലുടനീളം വ്യത്യസ്തമായ ഭൂപ്രകൃതിയാണ് നമ്മെ കാത്തിരിക്കുന്നത്. കൃഷിയിടങ്ങളുള്ള പച്ചപ്പ് നിറഞ്ഞ പ്രദേശം, ചെമ്മരിയാടുകൾ വിഹരിക്കുന്ന കുന്നും സമതലങ്ങളും, പുൽത്തകിടികൾ, മൊട്ടക്കുന്നുകൾ, പീഠഭൂമികൾ, പുഴകൾ എന്നിങ്ങനെ കാഴ്ചകൾ മാറി മാറി വരുന്നു. റോഡിനിരുവശവും ഒലിവ് മരങ്ങൾ നിറഞ്ഞ പ്രദേശത്തു കൂടിയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോകുന്നത്. നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡ്. ഇരുവശത്തു നിന്നും വാഹനങ്ങൾ കടന്നു വരുന്നു. ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ പിന്നെ ഒലിവ് മരങ്ങൾ പൈൻ മരങ്ങൾക്ക് വഴിമാറി നൽകും. പിന്നെ ഒരുപക്ഷെ നമ്മൾ സഞ്ചരിക്കുന്നത് ഏതെങ്കിലും യൂറോപ്യൻ മേഖലയിലൂടെയാണോ എന്ന് തോന്നിപ്പോകും. ശരിക്കും പ്രകൃതി ഇവിടെ ഏറെ വൈവിധ്യം ഒരുക്കിയിരിക്കുന്നു. ഫെസിൽ നിന്നും അധികം ദൂരെയല്ലാതെയാണ് ഇഫ്രാൻ എന്ന നഗരം. മൊറോക്കോയിലെ ഈ നഗരത്തിന് കുഞ്ഞൻ സ്വിറ്റ്സർലാൻഡ് എന്ന വിളിപ്പേരുണ്ട്. മധ്യ അറ്റ്ലസ് നഗരമായ ഇവിടം തണുപ്പുകാലത്ത് മഞ്ഞു മൂടിക്കിടക്കും. ഇവിടുത്തെ സ്കീ റിസോർട്ടുകൾ ഏറെ പ്രശസ്തമാണ്. ആൽപൈൻ കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഇവിടം ഒരു ചെറിയ യൂറോപ്പ് തന്നെയാണ്. വീണ്ടും യാത്ര. ആഫ്രിക്കയുടെ തലക്കുറിയായ അറ്റ്ലസ് മലനിരകൾ ഒരു വശത്ത് നമുക്ക് കാണാം. ദൂരെ മഞ്ഞിന്റെ കമ്പളം പുതച്ചാണ് അവ നിൽക്കുന്നതെന്ന് കാഴ്ചയിൽ തോന്നിപ്പോകും. ഉച്ചഭക്ഷണ സമയത്ത് റിഷ് എന്ന ചെറിയ പട്ടണത്തിലെത്തി. ഇവിടെ നിന്നും മൊറോക്കൻ കബാബുകളും ടിക്കയും റൊട്ടിയും കഴിച്ച് വീണ്ടും യാത്ര. സഹാറയുടെ കവാടം അഥവാ ഗേറ്റ് ഓഫ് സഹാറ എന്നറിയപ്പെടുന്ന നഗരം. അൾജീരിയൻ അതിർത്തിയിൽ നിന്നും കുറച്ചകലെയായുള്ള ഈ മൊറോക്കൻ നഗരത്തിലേക്കാണ് സഹാറ മരുഭൂമി കാണാനായി എത്തുന്ന സന്ദർശകർ ആദ്യം എത്തിച്ചേരുക. സഹാറയിലേക്കുള്ള ഞങ്ങളുടെ യാത്രയ്ക്ക് അകമ്പടിയായി, പ്രകൃതിയുടെ സമ്മാനമായി വലിയൊരു മഴവില്ല് റോഡിനു മുന്നിൽ വിടർന്നു നിന്നു. അതിന് കുറച്ചു മുകളിലായി മറ്റൊന്നും. ഭൂപ്രകൃതി മാറുന്ന പോലെ കാലാവസ്ഥയും മാറി മാറി വരുന്നു. ഇടയ്ക്ക് തണുപ്പ്, ഇത്തിരി മഴ, വെയിൽ, നല്ല ചൂട്, ഇങ്ങനെ മാറി മാറി വരുന്ന കാലാവസ്ഥ രാജ്യത്തിൻ്റെ വൈവിധ്യം വിളിച്ചോതുന്നു. വൈകുന്നേരത്തോടെ ഞങ്ങൾ മെർസൂഗയിലെത്തി. ഇവിടെയുള്ള നാസർ പാലസ് എന്ന റിസോർട്ടിലേക്ക്. ഇന്നത്തെ ദിനം ഇവിടെയാണ്. മൊറോക്കൻ കെട്ടിട നിർമ്മാണ ശൈലിയിൽ മനോഹരമായി നിർമ്മിച്ച റിസോർട്ട്. മനോഹരമായ അലങ്കാരങ്ങൾ. നടുമുറ്റം പോലെയുള്ള സ്ഥലത്ത് ചെറിയ സ്വിമ്മിംഗ് പൂൾ.
ഇവിടെ എത്തുന്ന സന്ദർശകർക്കായി വാദ്യഘോഷങ്ങളും ഇവർ ഒരുക്കിയിരുന്നു. മൊറോക്കോയിലെ ഏറ്റവും സമൃദ്ധമായ ഭൂഗർഭജല ശേഖരം ഇവിടെയാണ്. സഹാറ മരുഭൂമിയോട് അടുത്തു കിടക്കുന്ന ഈ പ്രദേശത്തിൽ അതിനാൽ തന്നെ ജലക്ഷാമമില്ല. വളരെ ചെറിയ നഗരമാണ് ഇത്. അടുത്ത ദിവസം ഏതാനും മണിക്കൂറുകൾ ചുറ്റിക്കറങ്ങിയപ്പോൾ തന്നെ നഗരം കണ്ടു തീർന്നു. ഇനി വൈകുന്നേരം ലോകത്തിൻ്റെ മറ്റൊരു അത്ഭുതമായ ഉഷ്ണമരുഭൂമിയിലേക്ക്, സഹാറയിലേക്ക്. Trawfest Festival with Shinia Zabu, powered by I am a Nikon.